സൂര്യ കോമഡിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ നഴ്സിംഗ് കോളേജ് കോതമംഗലത്താണ്. അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് അതിൽ അങ്ങോട്ട് പോകാം. കമാൺ. ലാലേട്ടൻ്റെ നാടോടി അതിൽ വളരെ മനോഹരമായിട്ടാണ് പുള്ളി ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് അത്. പുള്ളി മദ്യപിച്ച് ഭയങ്കര രസകരമായിട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്. നമ്മൾ ശരിക്കും അദ്ദേഹം മദ്യപിച്ചിട്ട് ചെയ്തതാണെന്ന് തോന്നിപ്പോകും. അതാണ് നമ്മൾ ഇന്ന് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അവരത് എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സുഖമല്ലേ? എവിടെ ഏതാണ്? കോട്ടയത്ത് എവിടെ? മൺറാട് പള്ളിയുടെ. കോട്ടയത്ത് ഏറ്റവും നല്ലൊരു ഫുഡ് പറഞ്ഞു. നല്ല ഫുഡ്. അവിടുത്തെ ഒരു മെയിൻ ഫുഡ് ഏതാണ്? കപ്പ മീൻകറി. മീൻകറിയാണ്. മുളകിട്ട കറി ഇല്ലേ? കറക്റ്റാണ്. കറക്റ്റ് പേരൊന്നും കൂടെ പറഞ്ഞു. കോട്ടയം. പേര് എമിൽ. ഓക്കെ. എമിൽ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടർ, നമ്മുടെ ഒരു ഫ്രണ്ട്, കന്നഡയിലെ മ്യൂസിക് ഡയറക്ടറാണ്. പാർട്ടിയിലേക്ക് പോകാം. റെഡി, ആക്ഷൻ. ചില്ലിമേട ഇരിക്കുന്ന മേനോനെ. ചീനിമേടയിൽ ഇരിക്കുന്നോ? ചില്ലുമേട. ഓക്കെ. ചില്ലുമേട ഇരിക്കുന്നു. ചില്ലുമേട ഇരിക്കുന്ന പുല്ലേ. നന്ദിയില്ലാത്ത മേനോനെ. ഇറങ്ങി വാടാ. ഇറങ്ങി വാടാ. ഒന്നുകൂടെ ഇറങ്ങി വാ. എത്ര പ്രാവശ്യം ഇറങ്ങി വരണ്ടോ? സച്ചുനാനന്ദൻ പഠിപ്പിച്ചു തരാം പൗരധർമ്മം. ആര് പഠിപ്പിച്ചു തരാം? എന്റെ 50. നിന്റെ 50? അല്ല, എന്റെ 50 ഏക്കർ. എനിക്ക് 50 ഏക്കർ തേയിലത്തോട്ടൊന്നുമില്ല. കുഴപ്പമില്ല. എന്റെ ജോലി ചായടിയല്ല. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് മാറ്റുവാണല്ലേ? എന്നാലും കൊള്ളാം, രസമുണ്ട്. പോട്ട്. ആദ്യമായിട്ട് നിന്റെ വിവരക്കേട് കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. കമോൺ ഓൾഡ് മാൻ. എങ്ങനെ കാശുണ്ടാക്കാൻ എനിക്കറിയാം. എങ്ങനെ കാശുണ്ടാക്കാൻ പറ്റിയ സോഷ്യൽ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ഈ രാജ്യത്ത്. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യണം? പറ്റിക്കണം. കുറെ പേരെ പഠിച്ചിട്ടുണ്ട്. അവൻ അവിടെ ചെയ്തിട്ടൊന്നും ശരിയാൻ പോണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്ന് വെച്ചാൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ്. കണ്ണി കണ്ടവരെ ഞാൻ സ്നേഹിക്കും. സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ മനസാക്ഷി ഇല്ലാത്തവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞാൽ മനസ്സിലാകാത്തവരൊക്കെ മൂക്ക് വെട്ടിക്കളയും. എന്തുകൂടാ ഈ പറയുന്ന? ഒരു മര്യാദ വേണ്ടടാ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. വിളിക്കാ പുള്ളിനെ. ഏത് പുള്ളിനെ? തമ്പുരാനെ. മൂക്കോട്ടാരോ? ആ ഓച്ചറെ വിളി. മണിയടിക്കാനോ? അല്ല, എടാ ഓച്ചറെ മണിയടി. വിളിച്ചോണ്ട് വരാം. ആരെയാ? തന്തകളവനെ. ഉറപ്പോ? ഉറപ്പിക്കോ? സ്വന്തമായിട്ട് കൈയടിക്കല്ലേ? ഓക്കെ, വിട്ടോ. രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണം നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ? പോട്ടെ സാർ. ഇപ്പോൾ വളരെ രസകരമായിരുന്ന സ്ക്രിപ്റ്റൊക്കെ സ്വന്തമായിട്ട് തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തു. സ്ക്രിപ്റ്റൊക്കെ മാറ്റി എഴുതി. ഭയങ്കര കഴിവുള്ളൊരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ അടുത്ത ഒരാൾ ഇങ്ങനെ എന്നെ വിളിക്കുമെന്ന് വെച്ച് ഇവിടെ നിൽപ്പുണ്ട്. ഗായത്രി, വരൂ. എന്തുണ്ട് ഗായത്രി? സോറി കേട്ടോ, താമസിച്ചു വിളിക്കാൻ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. നാടെവിടെയാണ്? കളമശ്ശേരി. ഓക്കെ, തുടങ്ങണ്ട. റെഡി, ആക്ഷൻ. ചില്ലുമേടയിലിരിക്കുന്ന പുല്ലേ, നന്ദിയില്ലാത്ത മേനോനെ. എന്നിട്ട് ഇറങ്ങി വരാനല്ലേ പറഞ്ഞത്? സച്ചിദാനന്ദൻ പഠിപ്പിച്ചു തരാം പൗരധർമ്മം. കമോൺ ഓൾഡ് മാൻ. എനിക്ക് 50 ഏക്കർ ചായത്തോട്ടമല്ലേ? പിന്നെ ഞാനിവിടെ ചായക്കട നടത്താൻ വന്നതാണല്ലോ. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണമെന്നൊരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ട് ഈ രാജ്യത്ത്. പറ്റിച്ചിട്ടുണ്ടാവാം, കംപ്ലീറ്റ് ഇന്ത്യൻസിനെ പറ്റിച്ചിട്ടുണ്ടാവാം. അല്ലാതെ എങ്ങനെയാ ഇത്ര സമ്പാദിക്കാൻ പറ്റുക? ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇതെന്നോട്ട് നമ്മൾ കുട്ടിക്കാലം തൊട്ട് പഠിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്.
ഇന്ത്യ എന്റെ രാജ്യമാണ്. കണ്ണിക്കണ്ടവരൊക്കെ ഞാൻ സ്നേഹിക്കും. സ്നേഹത്തിന്റെ വില മനസാക്ഷിയില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനുഷ്യനെ സ്നേഹിച്ച കുറ്റത്തിന് ഈ സച്ചിദാനന്ദന്റെ മൂക്ക് ചെത്തി കളയണമെന്നാണെങ്കിൽ ചെത്തി കളയാൻ പറ നിന്റെ തമ്പുരാനോട്. എടാ വൗച്ചറേ, മണിയടി, വിളിക്കടാ നിന്റെ തന്തക്കിളവൻ. എന്റെ ആക്ട് നന്നായിരുന്നുല്ലേ? നന്നാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ല എന്നോട്. എന്താണ് പേര്? അനഘ. അനഘ. അനഘ എവിടെ? നാട് എവിടെ? ആലപ്പുഴ. എന്ത് മക്കൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? എൻ്റെ അടുത്തോടെ പറ. ഓക്കെ, എവിടെ? ആലപ്പുഴ. ആലപ്പുഴയാണ്. ഓക്കെ, അപ്പം തുടങ്ങിയാൽ നമുക്ക്. ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് പഠിച്ചു വെച്ചത് മറപ്പിക്കുന്നില്ല. റെഡി, ആക്ഷൻ. ചില്ലുമേടിലിരിക്കുന്ന പുല്ലേ, നന്ദിയില്ലാത്ത മേനോനെ, ഇറങ്ങി വാടാ. അയ്യോ, അങ്ങനല്ലല്ലോ അത്. ഞാൻ സ്നേഹിക്കുന്നത് കലയാ. ഏത് കലയെ? ആ കല ഞാൻ സരോജിൽ കാണുന്നു. ഓ, ആ കല. ഇറങ്ങി വാടാ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ആഹാ, വന്ന വഴിയാണ് ഓടൂ കേട്ടോ. സച്ചിദാനന്ദൻ പഠിപ്പിച്ചു തരാം പൗരധർമ്മം. എനിക്ക് 50 ഏക്കർ തോട്ടം 50 ഏക്കർ ചായത്തോട്ടം അല്ലേ? പിന്നെ ഞാൻ ചായക്കട തുടങ്ങാൻ വന്നതല്ലേ? കമോൺ ഓൾഡ് മാൻ. എല്ലാത്തിന്റെ അവസരം ഓരോ കരച്ചിലാണല്ലേ. എന്താ ആ പാനപാത്രം ചെവിക്ക് പിടിച്ചിങ്ങ് തിരിച്ചെടുത്തേക്ക്. എങ്ങനെയും കാശുണ്ടാക്കാമെന്ന് സോഷ്യൽ സെറ്റപ്പുള്ള ഈ രാജ്യത്ത് പറ്റിച്ചിട്ടുണ്ടാവാം. കംപ്ലീറ്റ് ഇന്ത്യൻസിനെ പഠിച്ചിട്ടുണ്ടാവാം. അല്ലാതെ അങ്ങനെ ഇത്ര ഉണ്ടാക്കാൻ പറ്റണം? ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഞാൻ എന്റെ രാജ്യത്ത് കണ്ണി കണ്ടവരൊക്കെ സ്നേഹിക്കും. ഓക്കെ, അത് മാത്രം കറക്റ്റായിട്ട് പറഞ്ഞു. മനുഷ്യന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യത്വം ഇല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും. എന്റെ അനന്ത താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ ഇങ്ങനെ ആയത്. മനസാക്ഷി ഇല്ലാത്തതിനും സ്നേഹത്തിന്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. മനുഷ്യനെ സ്നേഹിച്ച കുറ്റത്തിന് സച്ചിദാനന്ദന്റെ മൂക്ക് ചെത്തിക്കളയുമെന്നാണെങ്കിൽ ചെത്തിക്കളഞ്ഞു. ചെത്തിക്കളയാതിന്റെ തമ്പുരാൻ. അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. ചെത്തിക്കളയാൻ പറ നിന്റെ തമ്പുരാനോട്. ചെത്തിക്കളയാൻ പറ നിന്റെ തമ്പുരാനോട്. എടാ വൗച്ചറേ, മണിയടി, വിളിച്ചോണ്ട് പോവാ തന്തക്കിളവന്. ഇല്ല, അത് ശക്തമായിട്ടില്ല. അവസാനത്തെ ഡയലോഗ് കറക്റ്റായിട്ട് പറ. വിളിച്ചോണ്ട് വാ നിന്റെ തന്തക്കിളവന്. ആ, നിനക്ക് അഭിനയത്തിന് പത്മശ്രീ കിട്ടും. എന്താണ് പേര്? കാർത്തിക. നാടോടെ? ആലപ്പുഴ. ആലപ്പുഴ. മറ്റേ ആളും ആലപ്പുഴയല്ല. ആഹാ, തുടങ്ങാം. റെഡി, ആക്ഷൻ. ചില്ലുമേടയിലിരിക്കുന്ന പുല്ലേ, ഇറങ്ങി വാടാ മേനോനെ, നന്ദിയില്ലാത്ത മേനോനെ, ഇറങ്ങി വാടാ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. സച്ചിദാനന്ദൻ പഠിപ്പിച്ചു തരാം പൗരധർമ്മം. എനിക്ക് 50 ഏക്കർ ചായത്തോട്ടമല്ലേ? ഓ പിന്നെ ഞാനിവിടെ ചായ കട തുടങ്ങാൻ വന്നതല്ലേ? കമോൺ ഓൾഡ് മാൻ. കമോൺ ഓൾഡ് മാൻ. എങ്ങനെ വേണമെങ്കിലും പണം ഉണ്ടാക്കാമെന്ന സോഷ്യൽ സെറ്റപ്പ് ഉണ്ട് ഈ രാജ്യത്ത്. പറ്റിച്ചിട്ടുണ്ടാവും, കംപ്ലീറ്റ് ഇന്ത്യൻസിനെ പറ്റിച്ചിട്ടുണ്ടാവും. പിന്നെ എങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കാനാ? ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. രാജ്യത്തെയും കണ്ണി കണ്ടവരെയൊക്കെ സ്നേഹിക്കുന്നു. മനസാക്ഷിയില്ലാത്തവർക്ക് സ്നേഹത്തിന്റെ വില മനസ്സിലാവില്ലല്ലോ. മനുഷ്യനെ സ്നേഹിച്ചതിന്റെ പേരിൽ മൂക്ക് ചെത്തിക്കളയാൻ പറ്റുമെങ്കിൽ ചെത്തിക്കളയാൻ പറ നിന്റെ തമ്പുരാനോട്. വൗച്ചറേ, മണിയടിക്കടാ. വിളിക്കണം നിന്റെ തന്തക്കിളവനെ. കൈ തന്നിട്ട് പോവാ. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ എന്തുണ്ട്? നല്ല സുഖം. അത് സുഖമില്ലാത്ത പ്രശ്നമില്ലല്ലോ. ഇപ്പൊ കിട്ടും. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താ നിന്റെ വിഷമം? എന്താ പേര്? ആസിഫ്. ആസിഫ്. എവിടെയാണ് അവിടെ? ആലുവ. ആലുവ. തുടങ്ങാം. ആക്ഷൻ. ചില്ലുമേടയിലിരിക്കുന്ന പുല്ലേ, നന്ദിയില്ലാത്ത മേനോനെ, ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. നിന്നോടല്ല ഇറങ്ങി വരാൻ പറഞ്ഞ. സച്ചിദാനന്ദൻ പഠിപ്പിച്ചു തരാം. ഈ സച്ചിദാനന്ദൻ പഠിപ്പിച്ചു തരാം ഈ പൗരുഷ ധർമ്മത്തെ പറ്റി. പൗരധർമ്മത്തെ പറ്റി. അവനെ കൊണ്ട് അതിനൊന്നും ആവൂതന്നെ. എനിക്ക് 50 ഏക്കർ ചായത്തോട്ടമല്ലേ? ഞാൻ ചായക്കട തുടങ്ങാൻ വന്നതല്ലേ? കാശ് എന്താണ് ഇത്? എന്താ ഗുരുവായൂരം? കമോണ പരിപാടി. അതൊന്നുമല്ല. എങ്ങനെ കാശുണ്ടാക്കാൻ പറ്റുമെന്ന് ഈ ഡാൻസർ കൂടെ ആണല്ലേ? കാരണം ഇങ്ങനെ അടിച്ചടിച്ചാ നീ പറഞ്ഞോണ്ടിരിക്കുന്നത്.
എങ്ങനെയും കാശുണ്ടാക്കാൻ പറ്റും ഈ നാട്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടോ നോക്ക്. എങ്ങനെയും കാശുണ്ടാക്കാൻ പറ്റും ഈ നാട്ടിൽ അത് വിടത്തില്ല. അങ്ങനെ ഒരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ട് ഈ നാട്ടിൽ. ഞാൻ പറ്റിച്ചിട്ടുണ്ട്, കണ്ണി കണ്ടവരൊക്കെ പറ്റിച്ചിട്ടുണ്ട്. ഒറ്റ ഡയലോഗ് നിനക്ക് സ്ട്രൈറ്റ് നിന്ന് പറയാൻ പറ്റും. പറ. ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. മനസ്സിലായില്ല. എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. അയ്യോ, ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഈസ് ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്താവാൻ? പുതിയ പുതിയ കഥ ഇറക്കുന്ന പറ. കണ്ണി കണ്ടവരൊക്കെ സ്നേഹിച്ചിട്ടുണ്ട്. മനസ്സാക്ഷി ഇല്ലാത്തവർക്ക് ഒന്നും എന്റെ സ്നേഹത്തിന്റെ വില മനസ്സിലാവത്തില്ല. നിന്റെ തമ്പുരാനോട് പറ എന്റെ മൂക്ക് തെറ്റിക്കളെ. വേണ്ട. എടാ ഓച്ചറേ, മണിയടി ഇറങ്ങി വരാൻ പറ നിന്റെ തമ്പുരാനോട്, പന്നകളവനോട്. ഉറപ്പാണോ? ഏകദേശം. ഉരുളിയിലെ കുരുമുളക് ഉരുളയിലാടുരുളും പറഞ്ഞേ. അയ്യോ, നമുക്ക് ചെറുത് പിടിച്ചേരാ. ഇത് ഏറ്റവും ചെറുതാ, അത് പറ. ഉരുളിയിലെ കുരുമുളക് ഉരുളിയിലെ കുരുമുളക് ഉരുളയിലാടുരുളും. ഉരുളിയിലെ കുരുമുളക് ഉരുളിയിലാടുമ്പോൾ. ഉരുളയിലാടുരുളും. ഉരുളിയിലെ കുരുമുളക് ഉരുളയിൽ ആടും. ഉരുളയിലാടുരുളും. ഉരുളിയിലെ കുരുമുളക് ഉരുളിയിൽ ആടുലിയും. ഉരുളയിലാടുരുളും. ഉരുളിയിലെ കുരുമുളക് ഉരുളിയിൽ ആടുലിയും. ഉരുളയിലാടുരുളും. ഉരുളയിൽ ആടുലിയും. ഉരുളിയിലെ കുരുമുളക് ഉരുളിയിൽ ആടുലിയും. നീ പാടുപെടും. ഉരുളയിലാടുരുളും. പറഞ്ഞു കൊടുത്തേ. ഉരുളിയിലെ കുരുമുളക് ഉരുളയിൽ ആടുലരും. ഉരുളയിലാടുരുളും. ഉരുളയിലാടുരുളും. ഉരുളയിലാടുരും. പെട്ടെന്ന് പറ. 3 പ്രാവശ്യം പറ. വേണ്ട, അത് 2 പ്രാവശ്യം പറ പെട്ടെന്ന്. ഉരുളിയിലെ കുരുമുളക് ഉരുളയിൽ ആടുലരും. ഉരുളും. ഉരുളിയിലെ കുരുമുളക് ഉരുളയിൽ ആടുരുളും. അയ്യോ, ആടല്ല. ഉരുളിയിലെ കുരുമുളക് ഉരുളിയിൽ ആടുരുളും. ഉരുളയിലാടുരുളും. ഉരുളയിൽ ആടുലും ഒരളും. ഇതൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഉരുളിയിലെ കുരുമുളക് ഉരുളയിൽ ആടുരുളും. ഉരുളയിൽ ആടുരുളും. ഉരുളിയിലെ കുരുമുളക് ഉരുളയിൽ ആടുരുളും. ഉരുളിയിലെ കുരുമുളക് ഉരുളയിൽ ആടുരുളും. ഉരുളിയിലെ കുരുമുളക് ഉരുളിയിൽ ഉരുളും. ഉരുളയിലാടുരുളും. ഉരുളയിൽ ആടുലും. ഉരുളിയിലെ കുരുമുളക് ഉരുളിയിൽ ഉരുളയിലാടുരുളും. ഉരുളയിൽ ആടുരുളും. ഉരുളിയിലെ കുരുമുളക് ഉരുളിയിൽ ആടുരുളും. പൊട്ടനും പോയി പണ്ടനും പോയി പൊട്ടും കിട്ടി. ആദിത്യ വരൂ. ആദിത്യ തന്നെ വിളിക്കാം. ആദിത്യ, എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള എപ്പിസോഡൊക്കെ? ഇത് എങ്ങനെ ഉണ്ടായിരുന്നില്ല പെർഫോമൻസ്? രസമുണ്ടായിരുന്നില്ല. എവിടെ നാട് ആദിത്യയുടെ? കോട്ടയത്താണ്. പാമ്പാടി. തുടങ്ങാം. റെഡി, ആക്ഷൻ. ചില്ലുമേടയിലിരിക്കുന്ന പുല്ലേ, നന്ദിയില്ലാത്ത മേനോനെ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ, സച്ചിദാനന്ദം പഠിപ്പിക്കാൻ. പൗരധർമ്മം. എനിക്ക് 50 ഏക്കർ ചായത്തോട്ടമല്ലേ, പിന്നെ ഞാനിവിടെ ചായക്കട തുടങ്ങാൻ വന്നതല്ലേ. കമോൺ ഓൾഡ് മാൻ, എങ്ങനെയും സമ്പാദിക്കാമെന്ന ഒരു പൗരധർമ്മം, എങ്ങനെയും സമ്പാദിക്കാമെന്നൊരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ട് ഈ രാജ്യത്ത്. പറ്റിച്ചിട്ടുണ്ടാവും, കംപ്ലീറ്റ് ഇന്ത്യൻസിനെ പറ്റിച്ചിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ സമ്പാദിക്കാനാ? ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ കണ്ണി കണ്ടവരെ ഒക്കെ സ്നേഹിക്കും. സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാൻ മനസാക്ഷി ഇല്ലാത്തവർക്ക് പറ്റത്തില്ല. മനുഷ്യനെ സ്നേഹിച്ചതിന്റെ പേരിൽ സച്ചിദാനന്ദന്റെ മൂക്ക് ചെത്തുമെങ്കിൽ വന്ന് ചെത്താൻ പറ നിന്റെ തമ്പുരാനോട്. എടാ വൗച്ചറേ, എടാ മണിയടി അല്ലേ, എടാ വൗച്ചറേ, എടാ മണിയടി വന്ന് വിളിച്ചോണ്ട് വരാൻ പറയടാ നിന്റെ തന്തക്കിളവനെ. സാകളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
എന്താണ് നമ്മളുടെ പേര്? ആൻസ്ലിൻ. ആൻസ്ലിൻ. എവിടെ നാട്? കാലടി അടുത്ത് തന്നെയാണോ? ഓക്കെ. അപ്പോൾ ആൻസ്ലിൻ്റെ ഒരു മനോഹര പെർഫോമൻസ് നമുക്ക് കാണുന്നതിന് മുന്നേ നല്ലൊരു കയ്യടി കൊടുത്ത്. റെഡി, ആക്ഷൻ. അയ്യേ അയ്യേ ചില്ലുമേടയിലിരിക്കുന്ന മേനോനെ. അയ്യോ, അങ്ങനെയാണോ? എത്ര നേരം ഇതൊക്കെയാണോ കേട്ടോണ്ടിരുന്നത്? ചില്ലുമേടയിലിരിക്കുന്ന പുല്ലേ, തന്തയില്ലാത്ത മേനോനെ. എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നത് അയാളെ തകരാറാക്കൂ. നന്ദിയില്ലാത്ത മേനോനെ, ഇറങ്ങി വാടാ മോനെ. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ മോനെ. ആക്ഷൻ കൈ മാത്രമേ, ഞങ്ങളുടെ ഡയലോഗ് കേൾക്കുന്നില്ല. സച്ചിദാനന്ദ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻസ് അതിവിടെ സംഭവിച്ചിരിക്കുന്നു. സച്ചിദാനം പഠിപ്പിച്ചാരോ പരമദാനം. ദാരിദ്ര്യം. പൗരധർമ്മം. 50 ഏക്കർ എന്റെ മറ്റേ ഇതറിയോ? ടങ് ട്വിസ്റ്റർ ട്രൈ ചെയ്യാൻ ഒന്ന് അത് പറഞ്ഞു. ഉരുളിയിലെ കുരുമുളക്. ഉരുളിയിലെ കുരുമുളക് ഉരുള. പറഞ്ഞോട് മോളെ. ഉരുളിയിലെ കുരുമുളക് ഉരുളയിൽ ഉരുളാടും. നേരത്തെ ആരാണ് കറക്റ്റായിട്ട് പറഞ്ഞു? പറഞ്ഞോട്. ഉരുളിയിലെ കുരുമുളക് ഉരുളയിൽ ആടുരുളും. ഒന്നുകൂടെ പറഞ്ഞു. ഉരുളിയിലെ കുരുമുളക് ഉരുളയിൽ ആടുരുളും. കറക്റ്റ്. പറഞ്ഞോട്. ഉരുളിയിലെ കുരുമുളക് ഉരുളിയിൽ ആടും. ഉരുളയിലാടുരുളും. ഉരുളയിലാടും. ആടുരുളും. എങ്ങനെയുണ്ട് കുമാര നാടൻകുളിയൊക്കെ? ചേട്ടനൊന്ന് വന്ന് കാണ്. ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. ചീഞ്ഞ മുട്ടയും തക്കാളിയായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷനാ. കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും. ഡ്യൂട്ടി ചെയ്യാൻ സമയം. ഉരുളിയിലെ കുരുമുളക് ഉരുളിയിൽ ആടുരുളും. അപ്പൊ ഉരുളിയുടെ പറയാൻ പറ്റത്തില്ല. അപ്പൊ വേറൊരു ചെറിയ സാധനം പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും. അന്തിക്ക് കുന്തിദേവി കിണ്ടി വീഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്ന നാട്ടിൽ നിന്ന് ഗോവിന്ദ കുരുക്കളുടെ പഠിച്ചോണ്ട് വരായിരുന്നു. അയാളോട് വെറുതെ ഇരിക്കായിരുന്നു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉണ്ട്, കുണ്ടിൽ വീണു. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. കേട്ടില്ല? മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. എവിടെ? സൈലൻസ്. ഒരൊറ്റ സെക്കൻഡ്. നിങ്ങൾ വേറെ ഞാൻ വേണേ തരാം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ഇത് വേറെ കാര്യമായിരുന്നേ. പോലെ വലിച്ചിട്ടാണ് കാര്യം ഇനി പറഞ്ഞേ. പറയാം. മസ്തിഷ്കം. ഞാൻ അവിടെ ഇരിക്കാൻ പോകണം. മസ്തിഷ്കം. ബ്ലഡ് പ്രളയം. അയ്യോ, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. എവിടെ? മസ്തിഷ്കത്തിൽ. എന്നാ അതെല്ലാം മായ്ച്ചു കളഞ്ഞു. ഇങ്ങോട്ട് വാ. സിമ്പിൾ ഒരു കാര്യം കൊടുത്ത് എനിക്ക് ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ വയ്യ. പാവം. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. ചെലവുണ്ട് കേട്ടോ. ഓക്കെ. ഇത്രയും പക്വത ശുഷ്കാന്തിയുള്ള ഒരു പെങ്കൊച്ചിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. യെസ്. അപ്പോൾ ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡൊന്നുമില്ല. ഇത് നമ്മൾ നല്ലോണം ചിരിപ്പിച്ചവരുണ്ട്, നല്ലോണം അഭിനയിച്ചു, അങ്ങനെ പല കാറ്റഗറി ആയിട്ടാണ്. അപ്പം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആദ്യം തന്നെ ഇവിടെ മനോഹരമായി ചിരിപ്പിച്ച മിസ്റ്റർ റേമിൽ. അവനാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത്. അവൻ്റേതായ രീതിയിൽ ആ സ്ക്രിപ്റ്റിനെ മാറ്റി വേറെ തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു ഇല്ലേ? LGO CP ബാത്റൂംസ് ആൻഡ് ഫിറ്റിങ്സ് നൽകുന്ന ഒരു മനോഹരമായ ഗിഫ്റ്റ്. ഇനി നമ്മുടെ വേദിയിൽ ആദ്യം തന്നെ വന്ന് മനോഹരമായി നമുക്ക് എന്താണ് ആക്ടിങ് കാഴ്ചവെച്ച, ആ സ്ക്രിപ്റ്റ് മൊത്തം പഠിച്ച് ആക്ടിങ് കാഴ്ചവെച്ച സുന്ദരിയായ നവ്യവേദിയിലേക്ക് വിളിക്കുകയാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ദ പ്രീമിയം എനർജി ഡ്രിങ്ക് പവർ ഇൻ ദ യൂത്ത് ബ്ലാക്ക് സിംബ നൽകുന്ന ഒരു ഗിഫ്റ്റ്. വീട്ടിൽ കൊണ്ടുപോയിട്ട് മമ്മിയും നിങ്ങൾ ഫാമിലിയായിട്ട് കഴിക്കണം. ഇവരൊക്കെ ചോദിക്കും, കൊടുക്കരുത് കേട്ടോ. വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇത് കൊണ്ടുപോയി. ഓക്കെ,
ഇനി അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു ആതിര. മറ്റേ തിങ്സ് ഇട്ടില്ല എന്നൊക്കെയുള്ള സാധനം ഉണ്ടായിരുന്നല്ലോ. അതിന് ഇത് ആമി നൽകുന്ന ഒരു ഹെയർ ഓയിലാണ്. അമ്മയുടെ സ്നേഹം പോലെ കരുത്തുറ്റ മുടിയിഴകൾക്കായി സ്നേഹത്തോടെ ഞാൻ നൽകുന്നു. കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കുന്നു നന്ദന. എന്താണ് നന്ദന ചുറ്റിക്കളിക്കുന്നത്? വാ, ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ ഒരു ഗിഫ്റ്റ്. വെസ്റ്റേഡ് ദ ടേസ്റ്റ് ഓഫ് സ്പൈസ് ആൻഡ് ഫുഡ്സ് ഓക്കെ നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഇനി ഞാൻ വിളിക്കുന്നു ആഗ്നസ്. ആഗ്നസ് വളരെ മനോഹരമായാണ് ആക്ട് ചെയ്തത് അല്ലേ? വളരെ രസകരമായിട്ട് ആഗ്നസ് ആക്ട് ചെയ്തു. അപ്പം വളരെ മനോഹരമായൊരു ഗിഫ്റ്റ് തന്നെ തരികയാണ്. കേരള നേച്ചേഴ്സ് പ്രീമിയം ബനാനാസ് നൽകുന്ന ബി നാനയുടെ ഒരു ചിപ്സ് പാക്കാണിത്. കൺഗ്രാറ്റ്സ്. ഒപ്പം ഇല്ല, കഴിഞ്ഞില്ല. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഓക്കെ പ്ലീസ്. അപ്പോൾ ഇനി അടുത്ത ഒരാളെ കൂടെ വിളിക്കുക. ഇതിപ്പം ഈ പ്രൈസ് കിട്ടിയവർ മനസ്സിലാക്കേണ്ടത് മറ്റവരും എല്ലാം നല്ല പെർഫോമൻസ് ആണ്. ചെറിയ ചെറിയ പോയിന്റുകളിലാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും തരാനുള്ള ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും തന്നേനെ. അപ്പോൾ ഒരാളെ കൂടി ഒരു പ്രോത്സാഹന സമ്മാനത്തിന് വിളിക്കുകയാണ്. ഏഞ്ചൽ ആക്ട് ചെയ്യുന്നത് കൂടെ തന്നെ മനോഹരമായി തന്നെ ക്യാറ്റ് വാക്കൊക്കെ ചെയ്തു. വളരെ നന്നായിരുന്നു. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റാണ്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിലെ കുട്ടികളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ബാച്ച് അവിടെ റെഡിയായിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ടൈം അതിക്രമിച്ചിരിക്കുകയാണ്. തൽക്കാലം ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.